വൈകിട്ട് ജനുവരി 9-നായിരുന്നു. അപ്പം രാത്രി 10 മണിയായപ്പോൾ നമുക്ക് മഴയുള്ള ദിവസമാണ്, നല്ല തണുപ്പുണ്ടായിരുന്നു. ഫ്രണ്ടിനെ കണ്ടിട്ട് വീട്ടോട്ട് എൻ്റെ വീട്ടിന് അടുത്ത് വെച്ച് തന്നെയാണ്. ഈ ടെസ്ലയുടെ ഒരു പുതിയ കാറായിരുന്നു, വൈ മോഡൽ. അപ്പം അത് ഓടിച്ച് വരുമ്പോൾ റോഡിൽ വെള്ളം കിടന്നു പോകും. ഈ കാറിനെ പറ്റി ഇച്ചിരി പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പലർക്കും അറിയത്തില്ലായിരിക്കും. കാറുള്ളവർക്ക് ഇതൊരു റിയൽ വീൽ പവേർഡ് ആയിട്ടുള്ള മോഡലാണ് നമ്മുടെ എടുത്തിരുന്നത്. അപ്പം ഇതിന് ബാക്ക് വീലിനാണ് കൂടുതൽ പവർ വരുന്നത്. സാധാരണ നമ്മുടെ വണ്ടികൾ ഒന്നിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് അതിലായിരിക്കും പവർ കൂടുതൽ വരുന്നത്, ഇതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് ഇങ്ങനത്തെ കാറുകളായിരിക്കും. അപ്പോൾ ഇത് പുറകിലത്തെ വീലിനാണ് ഇതിന് കൂടുതൽ. അപ്പോൾ ആ മോഡലാണ് നമ്മുടെ എൻ്റെ ഉണ്ടായിരുന്നത്. ഇനി ഫ്രണ്ടിൽ വെള്ളം വന്നപ്പോൾ വണ്ടി പോകുന്നു. അപ്പം ഇത് എല്ലാ വണ്ടികൾക്കും സംഭവിക്കാം, അത് ഹൈഡ്രോപ്ലെയിൻ ആവും, അത് മുമ്പോട്ട് പോകുന്ന ഒരു തടസ്സം വരും. അപ്പോൾ അതെന്ത് ചെയ്യുന്നത് ചിലപ്പോൾ അതിങ്ങനെ തിരിയുവാൻ വേണ്ടി. അപ്പം അങ്ങനെ തിരിഞ്ഞിട്ട് മോൻ സ്പീഡൊന്നും അല്ലായിരുന്നു, അതിൻ്റെ നോർമൽ സ്പീഡിലേ ഉള്ളായിരുന്നു. സൈഡിലുള്ള മരത്തേല് വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ട് ഇത് തീ കത്താൻ തുടങ്ങി ഫ്രണ്ടിൽ. അപ്പോൾ എയർ ബാഗ് എല്ലാം റിലീസായി. പെട്ടെന്ന് ഈ വണ്ടിയുടെ ഒരു പ്രത്യേക ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ടാണ് കമ്പനി പറയുന്നത്. സെൻട്രലൈസ്ഡ് ലോക്ക് ഇടിച്ചു കഴിയുമ്പോൾ അത് തെറിച്ചു പോകാതിരിക്കാനുള്ള ഒരു ഫീച്ചറാണ് അത്. പിന്നെ അതിന് ലോക്കായി കഴിയുമ്പോൾ നമുക്കത് തുറക്കണോ അത് ഉണ്ടെങ്കിൽ അതിനൊരു വേറൊരു റിലീസ് ബട്ടൺ പോലൊരു സാധനം ഉണ്ട്. അത് ഒത്തിരി പേർക്ക് അറിയത്തില്ല. എനിക്ക് തന്നെ ഞാൻ ഈ വണ്ടി 4 മാസമായിട്ട് ഓടിച്ചപ്പോൾ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് നമ്മൾ അറിയത്തില്ലായിരുന്നു. സാധനം എല്ലാ വണ്ടി ഓടിച്ചു പോകുന്നത്. അപ്പം മോനിത് അറിയായിരുന്നു. പക്ഷെ ഈ ഇടിയുടെ ഇതിലും ഈ തീ എല്ലാം കൂടെ കണ്ട് പാനിക്കായി അതൊന്നും പിടിക്കാനോ അത് നോക്കിയിട്ട് വർക്കായില്ല. അപ്പൊ മോനിങ്ങനെ പുറകിലത്തെ സീറ്റിലോട്ട് ചാടി ഡോറ് ഗ്ലാസ് ഇടിച്ച് പൊട്ടിക്കാൻ നോക്കിയിട്ട് അത് പൊട്ടിയില്ല. അപ്പം അന്നേരം തന്നെ ഒരു ഊബറുകാരൻ അതിൽ പോവായിരുന്നു, ഒരു വിയറ്റ്നാമിലെ ഒരു ഊബറുകാരൻ. അപ്പം ഡ്രൈവറും പിന്നെ ഒരു മലയാളിയാണ് അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പാസഞ്ചറും. മലയാളി എനിക്കറിയത്തില്ല. അപ്പൊ അവർ പെട്ടെന്ന് ചാടി വന്നിട്ട് ഇത് തുറക്കാൻ വേണ്ടി നോക്കിയപ്പോൾ തുറക്കാൻ നോക്കുന്നില്ല. അപ്പൊ പിന്നെ ഈ ഊബറിന്റെ ഒരു ഹാമർ പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് എടുത്തുകൊണ്ട് വന്ന് ഗ്ലാസ് പൊട്ടിച്ചു. മോനെ മറ്റൊരു പരിക്കും ഇല്ലാതെ രക്ഷപ്പെട്ടു. കാലിനൊരു ചെറിയ ഇഞ്ചുറി ഉണ്ട്, സ്റ്റിയറിംഗ് എല്ലാം കണ്ടിടിച്ചത് കാലം. അങ്ങനെ അത്ഭുതകരമായിട്ട് അത് രക്ഷപ്പെട്ടത്. വളരെ മോനൊന്നും പാനിക്കാകാൻ പോലുള്ള സമയം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അന്നേരത്തേക്ക് ഇവരെത്തി ആ സമയത്ത്, എക്സാക്ട്ലി ആ സമയത്ത് വന്നു. അത് വലിയൊരു അത്ഭുതമാണ്. ഈ ഊബറിലുള്ള പാസഞ്ചറെ പറഞ്ഞു പുള്ളി എയർപോർട്ടിൽ വരികയായിരുന്നു. അവിടെ ചെന്ന് ഊബർ മെസ്സേജ് അവർ പുള്ളിക്ക് അയച്ചായിരുന്നു, അവർക്ക് ഓട്ടോ മെസ്സേജ് വരും, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമെങ്കിൽ കുറച്ചുകൂടെ ചീപ്പായിട്ടുള്ള കാർ വരുമ്പോൾ. പുള്ളി പറഞ്ഞില്ല, പുള്ളി അതൊന്നും ചൂസ് ചെയ്യാതെ ഈ കാർ തന്നെ എടുത്താൽ വരുന്നത്. അപ്പം ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെയുള്ള കാറുള്ളത് ഒരു ചെറിയ ഹാമർ മേടിക്കാൻ പറ്റും ഇതിന്റെ. അത് വണ്ടി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം നമുക്ക് അറിയത്തില്ല. അതെ, അതൊരു കിട്ടും, ബെൽറ്റ് കട്ട് ചെയ്യുന്നതും അങ്ങനത്തെ ഹാമർ $10 സാധനങ്ങളുള്ളൂ, ഓൺലൈനിലൊക്കെ കിട്ടും. ചിലപ്പോൾ ഇതേ സമയത്ത് നമുക്ക് ആവശ്യം വരുമെന്ന് അറിയത്തില്ല. അപ്പൊ അതുകൂടെ പറയാൻ വേണ്ടിയായിരുന്നു. എനിവേ, താങ്ക് യു വെരി മച്ച്. അത് ദൈവത്തിന് പ്രത്യേകം നന്ദി. കാര്യം ഒരു വലിയൊരു അത്ഭുതമാണ് നടന്നത്. താങ്ക് യു.